അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഒരു സ്പൂൺ പഞ്ചസാരയും പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും ഉപയോഗിച്ച് എങ്ങനെയാണ് ഭർത്താവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുക, എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും കരുണയും വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ സ്നേഹവും കരുണയും നാം ആക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതിനാൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഹൃദയങ്ങളിൽ സ്നേഹം വളരാൻ ചില നല്ല ദിക്റുകളും ആയത്തുകളും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് ചൊല്ലുക വഴി ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തും സ്നേഹവും ഉണ്ടായിത്തീരും. അത്തരത്തിലുള്ള ഒരു മനോഹരമായ അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ അമലിന് വേണ്ടത് സൂറത്തു ത്വാഹയിലെ 39-ാം ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നീ. അതിൻ്റെ അർത്ഥം, എൻ്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹം ഞാൻ നിന്നിൽ നിക്ഷേപിച്ചു എന്നാണ്. ഈ വാക്കുകൾ വളരെ ഗഹനമായ അർത്ഥമുള്ളതാണ്. അള്ളാഹു തൻ്റെ പ്രിയദാസനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ഈ അമൽ ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്: ഒരു സ്പൂൺ നിറയെ പഞ്ചസാര ഒരു പാത്രത്തിലെടുക്കുക. അതിനുശേഷം ആ പഞ്ചസാരയിലേക്ക് വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി എന്ന ആയത്ത് 101 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് നല്ല നീയത്തോടുകൂടെ എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടണം, ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷം ലഭിക്കണമെന്ന നീയത്തോടുകൂടെ ആ പഞ്ചസാരയിലേക്ക് മൃദുവായി ഊതുക. പിന്നീട് ആ പഞ്ചസാര ഉപയോഗിച്ച് 2 ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു ഗ്ലാസ് ഭാര്യയും മറ്റൊന്ന് ഭർത്താവും കുടിക്കുക. ഈ അമൽ ചെയ്യുന്ന സമയത്ത് നല്ല നീയത്തുണ്ടായിരിക്കണം. എങ്ങനെയാണ് നീയത്ത് വേണ്ടത്? യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരസ്പരം സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കണമേ. അതൊരു വല്ലാത്ത നീയത്താണ്. ഈ നീയത്തുണ്ടെങ്കിൽ മാത്രമേ ഈ അമലിന് ഫലമുണ്ടാവുകയുള്ളൂ. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് വെറും വാക്കുകളാൽ മാത്രമല്ല, പരസ്പര ബഹുമാനത്തിലൂടെ, പരസ്പര സ്നേഹത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഈ അമൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയ മഹാന്മാർ പഠിപ്പിച്ച ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.